ട്രംപിന്റെ കളി അടങ്ങിയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് 487 ഇന്ത്യൻ പൗരന്മാർ കൂടി നാട്ടിലെത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 487 പേരെ കൂടി തിരിച്ചയക്കാനുള്ള ഉത്തരവുകൾ ഉണ്ട് എന്നാണ് US അധികൃതർ അറിയിച്ചത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യം പറയുന്നത്. ബുധനാഴ്ച C-17 സൈനിക വിമാനത്തിൽ 104 ഇന്ത്യക്കാരെ കൈകൾ ബന്ധിച്ച് US അയച്ചിരുന്നു. ഇത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് പുതിയ സംഭവവികാസം. US നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റക്കാരെ അവർ പറഞ്ഞയക്കുകയാണ്. കുടിയേറ്റക്കാരുടെ എണ്ണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചില വിവരങ്ങളുണ്ട്. ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള അത്തരം ഡാറ്റകളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മിശ്രി എടുത്തു പറഞ്ഞു. അമൃത്സറിൽ ആണ് 104 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം ലാൻഡ് ചെയ്തത്. അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നാടുകടത്തപ്പെട്ടവരെയാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞയച്ചത്. ഇവരെ കൈകൾ ബന്ധിച്ചാണ് വിമാനത്തിൽ ഇരുത്തിയിരുന്നത്. ഇന്ത്യയിലെത്തുമ്പോൾ മാത്രമേ മോചിപ്പിക്കാവൂ എന്ന നിർദ്ദേശത്തോടെയായിരുന്നു നാടുകടത്തൽ. ഇന്ത്യക്കാരെ നാടുകടത്താൻ US സൈനിക വിമാനം ഉപയോഗിച്ചത് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ നാടുകടത്തൽ മുൻപത്തെ വിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് വ്യത്യസ്തമാണ്. US സംവിധാനത്തിൽ തന്നെ ഇതിനെ ദേശീയ സുരക്ഷാ ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് മിശ്രി പറഞ്ഞു. അതേസമയം നാടുകടത്തലും അത് നടപ്പാക്കിയ രീതിയും ചോദ്യം ചെയ്യാൻ കേന്ദ്രം എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം മോദി സർക്കാർ അടിയറവ് വെച്ചു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രതിസന്ധി മേഖലകളിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ മുൻപ് പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്താരാഷ്ട്ര ബാധ്യതകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം തങ്ങളുടെ നിലപാട് ന്യായീകരിക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ പൗരന്മാർ അനധികൃതമായി വിദേശത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ തിരിച്ചെടുക്കാൻ ഓരോ രാജ്യത്തിനും ബാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വാദിച്ചത്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് 2012 മുതൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾക്ക് വിധേയമായാണ് നാടുകടത്തൽ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. നാടുകടത്തപ്പെട്ടവരോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ US അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിദേശ തൊഴിലുകൾക്കായി സുരക്ഷിതവും ചിട്ടയുള്ളതും സ്ഥിരവുമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനായി ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്രം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. നാടുകടത്തപ്പെട്ടവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏജന്റുമാർക്കും അത്തരം ഏജൻസികൾക്കുമെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. US-ൽ നിന്ന് 100-ലധികം ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയതായി ആരോപിക്കപ്പെടുന്ന 100-ലധികം ഇന്ത്യൻ പൗരന്മാരുമായി US സൈനിക വിമാനം ബുധനാഴ്ചയാണ് അമൃത്സറിൽ ലാൻഡ് ചെയ്തത്. ഇതിൽ 33 പേർ ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ്. 30 പേർ പഞ്ചാബിൽ നിന്നും, 3 പേർ വീതം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും, 2 പേർ ഛത്തീസ്ഗഡിൽ നിന്നുമാണ്. അതേസമയം നാടുകടത്തിയ രീതിയെ വിമർശിച്ച് കോൺഗ്രസ് MP ശശി തരൂർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. അനധികൃതമായി അവിടെ തങ്ങുകയാണെങ്കിൽ ഒരാളെ നാടുകടത്താൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക നാടുകടത്തിയ രീതി ശരിയായില്ല. കാരണം അവർ കുറ്റവാളികളല്ലെന്നും ബിസിനസ് വിമാനത്തിലോ സിവിലിയൻ വിമാനത്തിലോ അമേരിക്ക ഇന്ത്യക്കാരെ നാടുകടത്തേണ്ടതായിരുന്നുവെന്നും തരൂർ പറഞ്ഞു. നാടുകടത്തൽ കൂടുതൽ മാനുഷികമായ രീതിയിൽ നടത്തേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2024-ൽ ബൈഡൻ ഭരണത്തിന് കീഴിൽ 1100 ഇന്ത്യക്കാരെ നാടുകടത്തിയിരുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.